ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മൾ ഹെർബൽ ഹോം മെയ്ഡ് ഹെയർ ഓയിൽ പ്രിപ്പയറിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചട്ടി ചൂടായതിനു ശേഷം ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് ഹെൽപ്പ് ചെയ്യണത് ചേട്ടനാണ്. ചെറുതീയിലിരുന്ന് വേണം ഈ എണ്ണ ചൂടാവേണ്ടത്. ചൂടായ എണ്ണയിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഓരോരോ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഉരലിട്ട് ചതച്ചെടുത്ത് ചെറിയ ഉള്ളിയാണ് ആദ്യം നമ്മൾ ചേർക്കുന്നത്. ചെറിയ ഉള്ളി, നെല്ലിക്ക ഇതൊക്കെ ചതച്ച് വേണം ചേർക്കാൻ. ഇത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹോം മെയ്ഡ് ഹെയർ ഓയിലാണ്. ഇത് ചേട്ടനും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഓയിൽ യൂസ് ചെയ്യണത് കൊണ്ട് മുടി ലെന്ത് വയ്ക്കോ, തിക്കാവോ, നര മാറോ, ബ്ലാക്ക് കളറാവോ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. കുറച്ച് ഇയേഴ്സായിട്ട് ഞാൻ യൂസ് ചെയ്യണതാണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ അങ്ങനെയെന്ന് വിചാരിച്ചത്. കറ്റാർ വാഴ നമുക്കിവിടെ ഇല്ലായിരുന്നു. ആൽബിൻ്റെ വീട്ടിൽ നിന്നാണ് കറ്റാർ വാഴ എടുത്തത്. ആൽബിൻ്റെ അമ്മ നമുക്ക് 2-3 തൈയും കൂടെ തന്നിട്ടുണ്ട്. അതിവിടെ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം നമ്മൾ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ കറ്റാർ വാഴ യൂസ് ചെയ്യുന്നതായിരിക്കും. ചെമ്പരത്തി പൂവ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള പെറ്റൽസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഔട്ട്ഡോർ വീഡിയോസ് എടുക്കാൻ വേണ്ടിയാണ് ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ ഫ്ലോറിങ് വർക്കൊന്നും കംപ്ലീറ്റ് ആയില്ല. ആ വർക്കൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഷുവറായും വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് മാത്രമല്ല, ഇതിൽ വേറെയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമ്മളെ നാട്ടിൻപുറത്തിലുള്ള പുല്ല് ഐറ്റംസൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടതാണ് ഈ ഐറ്റംസൊക്കെ എടുത്തിട്ട് വരണമെന്ന്. ചേട്ടൻ വേറെ എന്തൊക്കെ പുല്ലാണ് എടുത്തിട്ട് വന്നത്. വേനൽ വേണ്ടായിരിക്കും ഇതൊന്നും ഇപ്പോൾ കിട്ടാനില്ലാത്തത്. നെക്സ്റ്റ് ടൈം നമ്മൾ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കാണിക്കാം. ചെമ്പരത്തി ഇലയും ഇടുന്നുണ്ട്. ഇതിൽ കുരുമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ കറ്റാർ വാഴയും ഉലുവയും ചിലവർക്ക് അത് സൂട്ടബിൾ ആവില്ല. അതുകൊണ്ടാണ് ജലദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് കുരുമുളക് ചേർത്തിട്ടുള്ളത്. എല്ലാ ഐറ്റംസ് ഇൻഗ്രീഡിയൻസും ചേർത്തതിന് ശേഷം നമ്മളാണെങ്കിൽ അതൊന്ന് ഇളക്കി വിടണം. ചെറുതീയിലിരുന്ന് വേണം ഈ എണ്ണ ചൂടാകാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ അടുപ്പ് നമ്മൾ ചൂസ് ചെയ്തത്. ഇതുപോലെ ഹോം മെയ്ഡ് ഹെയർ ഓയിലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്ത് വേണം ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ ഈ ഇലകളൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോകരുത്. ഇതിലുള്ള എസൻസൊക്കെ അതിൽ മിക്സ് ആവാൻ വേണ്ടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ കലക്കി കൊടുക്കണം. ഇപ്പോൾ ഇലകളൊക്കെ ഏകദേശം ഇങ്ങനെ ഉഴഞ്ഞു തുടങ്ങി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കരിഞ്ഞു പോകാൻ പാടില്ല, എങ്കിൽ ഈ എണ്ണ വേസ്റ്റായി പോവും. ഇതിപ്പോൾ ഏകദേശം ഒരു അരപ്പരുവായി. ഇതിൽ കളറൊക്കെ ചേഞ്ചായി തുടങ്ങി. നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇലകളൊക്കെ നല്ല മുരിഞ്ഞ് വരുന്നവരെ ചെറുതീയിൽ വെച്ച് വേണം ഈ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഒരു മുക്കാൽ പരുവായി. കളറൊക്കെ നല്ല ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഓയിൽ നല്ല തണുത്തതിന് ശേഷം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്തിൽ വെച്ച് വേണം പിഴിഞ്ഞെടുക്കാൻ. ഇത് ചേട്ടനാണ് പിഴിഞ്ഞെടുക്കുന്നത്. ഇതിൽ ഇലകളിൽ നിറയെ എണ്ണ ഇങ്ങനെ അബ്സോർവ് ആയിരിക്കും. ഇതൊക്കെ പിഴിഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഓയിൽ കിട്ടും. നമ്മൾ 1.5 ലിറ്റർ എണ്ണയാണ് യൂസ് ചെയ്തത്. നമുക്ക് 1 ലിറ്റർ എണ്ണ കിട്ടി. 1 ലിറ്ററും കുറച്ചുകൂടെ കിട്ടി. നിങ്ങൾക്കും ഇത് യൂസ്ഫുള്ളാണെന്ന് തോന്നണമെങ്കിൽ വീട്ടിൽ ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.